മരുഭൂമിയിലൂടെയാണ് പോകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഥാർ മരുഭൂമി. ഥാർ മരുഭൂമിയിൽ പണിത പട്ടണമാണ് ബിക്കാനീർ. അവിടെ നിന്ന് ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. ജയ്സൽമീറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മരുഭൂമിയുടെ നടുവിലൂടെയുള്ള യാത്രയാണ്. രണ്ട് സൈഡും തരിശ് ഭൂമി. മരുഭൂമിയിലാണ് ഇപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ട് സൈഡും മരുഭൂമിയാണ്, തരിശു ഭൂമിയാണ്. രാജസ്ഥാനിലെ താർ മരുഭൂമിയുടെ നടുവിലാണ് വിശാലമായി കിടക്കുന്ന മരുഭൂമി. ചിലയിടത്തൊക്കെ കൃഷിയിടങ്ങളുണ്ട്, പച്ചപ്പുണ്ട്, ചെറിയ ചെറിയ അരുവികളൊക്കെ ഉള്ള കാരണം അവിടെ കാണാൻ പറ്റും. എന്നാൽ വിശാലമായ സ്ഥലമാണ്, തരിശ് ഭൂമിയാണ്. ജയ്സൽമീറിന് അധികം ദൂരമില്ല. ജയ്സൽമീർ വെറും ഒരു 50 കിലോമീറ്ററുള്ളൂ. ഞങ്ങളൊരു 10-11 മണിയോടുകൂടി അവിടെ എത്തും. ജയ്സൽമീറിലാണ് കൂടുതൽ കാഴ്ചകൾ അവിടെ കാണാനായിട്ട് സാധിക്കുക. ഞങ്ങൾ രാവിലെ ബിക്കാനീറിൽ നിന്ന് പുറപ്പെട്ടു. ഇപ്പോൾ ഏതാണ്ട് 250 കിലോമീറ്റർ യാത്ര ചെയ്ത് ജയ്സൽമീറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ജയ്സൽമീർ നഗരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ത്യയിലെ ഗോൾഡൻ സിറ്റി എന്നറിയപ്പെടുന്ന ഒരു നഗരമാണ് ജയ്സൽമീർ. മഞ്ഞ നിറത്തിലുള്ള കല്ലുകൾ കൊണ്ട് കെട്ടിടങ്ങളും വീടുകളും നഗരങ്ങളും ഒക്കെ പണിതിട്ടുള്ള ഒരു നഗരമാണ്. എവിടെ നോക്കിയാലും മഞ്ഞ നിറത്തിലുള്ള കളറുകളാണ്. അതുകൊണ്ട് തന്നെ ഗോൾഡൻ സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. കിങ് ജയ്സാലാണ് ഈ നഗരത്തിന് പേരിട്ടതും നഗരത്തെ നിർമ്മിച്ചെടുത്തതും. ജയ്സൽമീർ രാജാവിൻ്റെ കുന്ന് എന്നാണ്, മല എന്നാണ് അർത്ഥം. രാജാവ് പണിത ജയ്സൽമീർ ഫോർട്ടാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം. രാജ്പൂട്ട് ഭാട്ടി രാജ്പൂട്ട് ഡൈനാസ്റ്റിയുടെ കീഴിലായിരുന്നു വർഷങ്ങളോളം ഇത്. അവരുടെ കാലഘട്ടത്തിലാണ് ഈ ജയ്സൽമീർ ഫോർട്ട് ഇവിടെ പണിതുയർത്തിയത്. ജയ്സൽമീർ ഫോർട്ടിൻ്റെ വഴിയിലൂടെയാണ് പോണത്. ഫോർട്ട് ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഫോർട്ടുകളിൽ ഒന്നാണ് ജയ്സൽമീർ ഫോർട്ട്. അപ്പോൾ അവിടെ അതിൻ്റെ വഴികളിലൂടെയാണ് പോകുന്നത്. അവിടെ കയറി ഉള്ളിൽ കയറി ചുറ്റിയടിക്കാം. ജയ്സൽമീർ ഫോർട്ട് പബ്ലിക്കാണ് ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ, ഫോർട്ടിനുള്ളിൽ താമസിക്കുന്നത്. ഒരുപാട് ഷോപ്പിംഗ് സെൻറ്ററുകളുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. രാജാവ് കോട്ടയ്ക്ക് പുറത്തും ജനങ്ങൾ കോട്ടയ്ക്കുള്ളിലും, അങ്ങനെയാണ് അവർ പറഞ്ഞത്. ജയ്സൽമീർ ഫോർട്ടിനെ കുറിച്ച് പറഞ്ഞു തരാൻ എൻ്റെ ഇവിടെ ലോക്കൽ ഗൈഡ്സ് ഒരുപാടുണ്ട്. ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളെ ഞങ്ങളുടെ കൂടെ കൂട്ടി. അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. ചെറിയൊരു പൈസയ്ക്കാണ് അദ്ദേഹം കൂടെ വരുന്നത്. 100 രൂപ കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. Second oldest fort of the Rajasthan. First was a Chittorgarh, way on the Udaipur. It was 950-year-old. Jaisalmer was 868-year-old. But India is one of the first living fort. There is still 4,000 people are live in the fort. This
was 4,000 people live. Only two communities are live in the fort, Brahmin and the Rajput. Rajput, they are the soldiers for the royal family, and the Brahmin, they are the priestmen and advisors for the royal family. The people live in the fort generation to generation. A four gate. First gate we cross, that gate called Akhe Prol. It's built in 17th century by Maharaval Akhe Singh. Second gate Surat Prol. It's built in 14th century by Maharaval Bhim Singh. Third gate Ganesh Prol. Fourth gate Hawa Prol. Prol means the big door. Four of the gate, one we have a specialty. While you are standing on the first gate, you can't see the second gate. Now we are in the second gate, even we can't see the third gate and the first gate. Because this whole gate made by the zigzag. Because of the enemy's protection. Earlier the enemy is coming by the elephant. They break door by the elephant. When they break door by the elephant getting less power. There is a more slope coming, he getting more less power. There is a turn coming, no enough space, elephant. ഇതിൻ്റെ വാളുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് സിമെൻറ്റോ കുമ്മായോ ഒന്നുമില്ല, കല്ലുകൾ ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് 4 ഗേറ്റിൽ 4 ഗേറ്റിൽ ഒരു ഗേറ്റാണത് ഗണേഷ് പ്രോൾ എന്നറിയപ്പെടുന്നത്. 4 ഗേറ്റിൽ ഒരു ഗേറ്റാണത്. ഈ 4 ഗേറ്റ് പരസ്പരം കാണാൻ പറ്റില്ല. ഒരു ഗേറ്റിലൂടെ കടന്നാൽ മറ്റു ഗേറ്റ് കാണില്ല. സിക്സാഗ് വഴിയിലൂടെയാണ് മറ്റു ഗേറ്റിലേക്ക് പോവുക. അത് ശത്രുക്കളെ നേരിടാൻ വേണ്ടിയിട്ടാണ്. ശത്രുക്കൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അന്ന് ശത്രുക്കൾ വരുന്നത് ആനയുടെ പുറത്താണ്. അപ്പോൾ ആന വന്ന് ഒരു ഗേറ്റ് തകർത്താൽ കഴിയുമ്പോഴേക്കും ആന ടയേർഡാവും. പിന്നെ ആന ഈ ഒരു ചെറിയ കയറ്റം കയറി അടുത്ത ഗേറ്റിലേക്ക് എത്തുമ്പോഴേക്കും തളർന്നു വീഴും. ഈ വഴിയിലൂടെ പോകാൻ എളുപ്പമല്ല. 4500 ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇതാണ് ഹവാ ഡോർ എന്നറിയപ്പെടുന്നത്. ഇത് കടന്നു കഴിഞ്ഞാൽ എല്ലാ ചൂടും പോയി നല്ല കാറ്റാണ്, നല്ല ഫ്രീസിങ് ഇഫക്റ്റാണ്. ഇത് 4ാമത്തെ ഗേറ്റാണ് ഫോർട്ടിനുള്ളിലെ. ഫോർട്ടിൻ്റെ ഉള്ളിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടുങ്ങിയ വഴികൾ, വീടുകൾ, ഒരുപാട് വീടുകളുണ്ട്, കച്ചവട കേന്ദ്രങ്ങളുണ്ട്, ഷോപ്പുകളുണ്ട്, ഇതൊക്കെയുണ്ട്. ഈ ഫോർട്ടിൻ്റെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഹവേലികളാണ്. ഹവേലി എന്ന് പറയുന്നത് പ്രത്യേക രീതിയിലുള്ള കൺസ്ട്രക്ഷനാണ്. അതിൻ്റെ വിൻഡോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഹവേലികൾ വളരെ മനോഹരമായ ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ഹവേലികൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ഫോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹവേലി പത്വ ഹവേലി എന്നറിയപ്പെടുന്നതാണ്. ഹവേലി വളരെ പ്രസിദ്ധമാണ്. മനോഹരമായ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള, കല്ലുകളിൽ കൊത്തുപണികൾ ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ് ഹവേലികൾ.
ജയ്സൽമീർ ഫോർട്ടിന്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ജയ്സൽമീർ സിറ്റി മൊത്തത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഫോർട്ടിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഇവിടെ നിന്ന് നേരെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയുടെ റെയിൽവേ ലൈൻ അവസാനിക്കുന്നതായിട്ട് കാണാം. ഇന്ത്യയുടെ അവസാനത്തെ റെയിൽവേ സ്റ്റേഷൻ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. അതിനുശേഷം പിന്നെ പാകിസ്ഥാനാണ്. അതുപോലെ തന്നെ നേരെ നോക്കി കഴിഞ്ഞാൽ ഗഡി സാഗർ, ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലേക്ക് കാണാൻ സാധിക്കും. വർഷങ്ങളോളം ഇവിടേക്കുള്ള ശുദ്ധജലം, ഇപ്പോഴും ശുദ്ധജലം ഈ ഫോർട്ടിലെ ആളുകൾക്കും ജയ്സൽമീർ നഗരത്തിലേക്ക് കൊണ്ടുവരുന്നത് ഗഡി സാഗറിലാണ്. അതൊരു പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ്. വർഷങ്ങൾ പഴക്കമുള്ള ഒരു ഹവേലിയിലാണ്, ഒരു വീടാണ്. 800 വർഷം പഴക്കമുള്ള വീടെന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഏതാണ്ട് 4 നിലയുള്ള ഒരു വീടാണ്. ഇതൊരു മ്യൂസിയം പോലെ ഇവിടെ സൂക്ഷിച്ചിരിക്കുകയാണ്. ടിക്കറ്റ് എടുത്ത് നമ്മൾ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലെ വീട് കാണാൻ പറ്റും. ഇവരുടെ ഡൈനിങ്, റിസപ്ഷൻ, കിച്ചൺ, പ്രയർ റൂം അങ്ങനെയൊക്കെ കാണാൻ സാധിക്കും. ഇത് 4 നിലയിലാണ്. ഇത് ഗ്രൗണ്ട് ഫ്ലോർ ആണുള്ളത് ഇവിടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇനി മുകളിലേക്ക് ഓരോ സ്റ്റെപ്പായിട്ട് മുകളിലേക്ക് കയറാൻ പറ്റും. അവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ബെഡ്റൂമുകൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ കിച്ചൺ, മറ്റ് സൗകര്യങ്ങൾ, പാത്രങ്ങള്, ഇവരുപയോഗിച്ചിരുന്ന മറ്റ് ആയുധങ്ങള്, ഇതൊക്കെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു ധനികനായ മനുഷ്യന്റെ ഒരു ഹവേലിയാണ്, ഒരു വീടാണ്. जैसलमेर जैन टेम्पल।
അത്യാവശ്യം ടയർഡായിട്ടുണ്ട്. ഏതാണ്ട് നല്ല വെയിലുണ്ട്. അത്യാവശ്യം നല്ല എക്സസൈസ് ഉണ്ട്. ഒരു 5 കിലോമീറ്ററാണ് ഫോർട്ടിൻ്റെ ചുറ്റും നടക്കാനായിട്ട്. 3 ലെയറാണ് ഫോർട്ട്. അതിൽ 3 ലെയർ ഞങ്ങൾ കയറി. ഹവേലികളാണ് ഇവിടുത്തെ പ്രത്യേകത. പ്രത്യേക രീതിയിലുള്ള വീട് നിർമ്മാണം. മരുഭൂമിയിൽ ഡെസേർട്ട് സഫാരിക്ക് പോവാണേ. സാൻഡ് ഡ്യൂൺസിലെ ജീപ്പ് യാത്ര ഇവിടെ ആരംഭിക്കുന്നു. Oh,
സഫാരി അത്യാവശ്യം മോശമില്ല, അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. സാൻഡ് ഡ്യൂൺസിൽ ഇവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാം നമുക്ക്. ഫോട്ടോ എടുത്ത് മരുഭൂമിയിലെ കപ്പൽ അതാ 3 ഒട്ടകങ്ങൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നു. ക്യാമൽ 4 ഒട്ടകങ്ങളുണ്ടല്ലേ. കേരള വല കിട്ടിക്ക ഒട്ടകങ്ങളുടെ പിന്നാലെ ഒട്ടകങ്ങളുടെ മുത്ത. ബൈക്ക് റൈഡൊക്കെ ഉണ്ട്, ഞങ്ങൾ പോയില്ല. ബൈക്ക് റൈഡ് വീണ്ടും 1200 രൂപ കൊടുക്കണം 2 ആൾക്ക്. ഞങ്ങൾ ജീപ്പ് റൈഡിന് 1200 ഇനി ബൈക്ക് റൈഡ് ഇത് സെയിം ഇഫക്റ്റ് തന്നെയാണ്. ഞങ്ങൾ പോയില്ല. ഞങ്ങളത് വീണ്ടും ഡ്യൂൺസിലൂടെ ഒരു കറക്കം. സെൻറ്റ് ഡ്യൂൺസിലൂടെ കുത്തനുള്ള ഇറക്കാട്ടാ.